യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓം ഗുരുഭ്യോ നമ. ശങ്കരാചാര്യായ നമ. സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമാസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യവൈദ്യായായതിരാജായതേ നമാം. 32ാമത്തെ സ്വാനം. ശിവശക്തി കാമ ക്ഷിതിരതരവി ഗീതകിരണ സ്മരോഹംസ ചക്രഃ സ്തനുജ പാരാവാരഹരയഃ ഹമീഹ്ലേകാഭിഃ ശിവരസാ യേഷു ഗടിയം ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവദാം. ഈ ശ്ലോകം പഞ്ചാക്ഷരി മന്ത്രം ചെല്ലുന്നതിന് പകരം ചെല്ലാവുന്നതാണ്. പഞ്ചാദശാക്ഷരി മന്ത്രമാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാദശ അക്ഷരി മന്ത്രം ശ്രീവിദ്യ ഉപാസനയിൽ പ്രധാനമാണ്. 15 അക്ഷരങ്ങൾ ആ ത്രിപുര സുന്ദരിയിൽ ഉത്ഭവിച്ചേരാൻ ഈ ശ്ലോകം ചൊല്ലുന്നു. അമ്മയുടെ കേശാദിപാദം വർണ്ണിക്കുന്നതിന് തുല്യമാണ്. 16 ഷോഡശാക്ഷരി മന്ത്രം. പഞ്ചദശാക്ഷരം 12. 5 അക്ഷരത്തിൽ സൂര്യചന്ദ്രന്മാരും നാമത്തെ ബ്രഹ്മാവ്, കാമദേവൻ, മഹാവിഷ്ണു, രണ്ടാമത്തെ സൂര്യൻ ചന്ദ്രനും, കാമൻ, അയനൻ, ഇന്ദ്രൻ. ഈ 12 അക്ഷരങ്ങളെയും ആദ്യം 4, 5, 3 അവസാനത്തിൽ യന്ത്രത്തിൻ്റെ ഓം യം യം ഇങ്ങനെ ചേർക്കപ്പെട്ട് ഭജിക്കുന്നു. അമ്മയുടെ നാമങ്ങളും അവയവങ്ങളെ ഹ്രീങ്കാരം ആണ്. പഞ്ചാക്ഷരി 12, 3 ഹൃങ്കാരം 15 ചേർക്കുമ്പോൾ 16 അക്ഷരങ്ങൾ. വാഗ്ഭവകൂടം, ശക്തികൂടം, മധ്യകൂടം, ശക്തികൂടം. അമ്മയുടെ ശരീരം 3 ഭാഗമായിട്ടാണ്. ശക്തികൂടം, വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. അമ്മയുടെ നിർബന്ധം കൊണ്ട് ശിവൻ അമ്മയ്ക്ക് ഉപദേശിച്ചു. ഈ ശ്ലോകം ചൊല്ലിയ പഞ്ചാക്ഷരാക്ഷരി മന്ത്രം ചൊല്ലുന്നതിന് തുല്യമാണ്. ഗുരുപദേശമില്ലാതെ അത് ചൊല്ലാൻ പറ്റിയ മന്ത്രം ചൊല്ലുന്നതല്ല. എങ്കിൽ ഈ ശ്ലോകം ചൊല്ലാവുന്നതാണ്. നമസ്തേ.